ഹലോ, ഞാൻ നടക്കാൻ പോകുന്നത് BA/BSc സെക്കൻഡ് സെമിസ്റ്റർ ഓഡിറ്റ് കോഴ്സായിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ഇൻക്ലൂഡ് വാർസ്, ടെററിസം, ഇൻഡസ്ട്രിയൽ ഹസാർഡ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ഇൻക്ലൂഡ് ഓൾ ഓഫ് ദ എബോവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2001 ടെററിസ്റ്റ് അറ്റാക്ക് ഇൻ അമേരിക്ക ഈസ് റെഫേർഡ് ആസ്. ആൻസർ എ ആണ് വരുന്നത്. 9/11 ആണ് ആൻസർ വരുന്നത് കേട്ടോ. 2001 ടെററിസ്റ്റ് അറ്റാക്ക് ഇൻ അമേരിക്ക ഈസ് റെഫേർഡ് ആസ് 9/11 കേട്ടോ. 9/11 ആയിട്ടാണ് അതിനെ റെഫർ ചെയ്യുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ഈസ് ദ ഫോം ഓഫ് റാപ്പിഡ് മാസ് മൂവ്മെൻറ്റ് ഓഫ് earthy matter. ആൻസർ വരുന്നത് സി ആണ്. ഡെബ്രിസ് ഫ്ലോ ആണ് കേട്ടോ. എ ഈസ് ദ ഫോം ഓഫ് റാപ്പിഡ് മാസ് മൂവ്മെൻറ്റ് ഓഫ് earthy matter. ആൻസർ വരുന്നത് ഡെബ്രിസ് ഫ്ലോ ആണ്. ഡെബ്രിസ് ഫ്ലോ ആണ് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, എ ഫ്രാക്ച്വൽ സിസ്റ്റം ഈസ് വൺ ദാറ്റ് ഇൻവോൾവ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ആൻസർ വരുന്നത് ബി ആണ്. കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് പ്രോസസ് ദാറ്റ് ഇൻട്രാക്ട് ടു പ്രൊഡ്യൂസ് ആൻ ഇവൻറ്റ്. ഓക്കെ, ഒരു ഫ്രാക്റ്റൽ സിസ്റ്റം ഈസ് വൺ ഓഫ് ദാറ്റ് ഇൻവോൾവ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ആൻസർ വരുന്നത് ബി ആണ്. ഒരു ഫ്രാക്ച്വൽ സിസ്റ്റം എന്നുള്ളതാണ് ചോദിക്കുന്നത്. കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് ദാറ്റ് ഇൻറ്ററാക്ട് ടു പ്രൊഡ്യൂസ് ആൻ ഇവൻറ്റ്, അതാണ് ആൻസർ വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ ഹസാർഡ് ഈസ് എ സിറ്റുവേഷൻ വേർ ദർ ഈസ്. ഒരു ഹസാർഡ് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ ആണ്. വേർ ദർ ഈസ്. ആൻസർ വരുന്നത് ത്രെറ്റ് ടു പ്രോപ്പർട്ടി ആൻഡ് ലീവ്സ് ഫ്രം കലാമിറ്റീസ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. ത്രെറ്റ് ടു പ്രോപ്പർട്ടി ആൻഡ് ലീവ്സ് ഫ്രം കലാമിറ്റീസ് ആണ് ആൻസർ വരുന്നത്. ഒരു ഹസാർഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് വേർ ദർ ഈസ്. ആൻസർ വരുന്നത് ത്രെറ്റ് ടു പ്രോപ്പർട്ടി ആൻഡ് ലീവ്സ് ഫ്രം കലാമിറ്റീസ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, എ ഹസാർഡ്. ഒരു ഹസാർഡ് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. ഓൾ ഓഫ് ദ എബോവ് ആണ്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, എ സ്ട്രീം വിത്ത് ടു മച്ച് bed load will usually have what type of channel pattern. ഒരു സ്ട്രീമാണ് വിത്ത് ടു മച്ച് bed load will usually have what type of channel pattern. ആൻസർ വരുന്നത് സി ആണ്. ബ്രേഡഡ് ആണ് കേട്ടോ. ബ്രേഡഡ് പാറ്റേൺ ആണ്. ഒരു സ്ട്രീമാണ് ടു മച്ച് bed load will usually have what type of channel pattern. ബ്രേഡഡ് പാറ്റേൺ ആണ് കേട്ടോ വേണ്ടത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു UNO there were about dash disasters per year between 1992 to 2000 in the world. ആൻസർ വരുന്നത് സി ആണ്. 500. ഓക്കെ, UNOയുടെ there were about 500 ഡിസാസ്റ്റർ പെർ ഇയർ ഉണ്ട് ബിറ്റ്വീൻ 1992 to 2000. ഓക്കെ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു വേൾഡ് ഡിസാസ്റ്റർ റിപ്പോർട്ട് 2010 ഡ്യൂറിങ് 2000 to 2009 85% ഓഫ് അഫക്റ്റഡ് പീപ്പിൾ ബിലോങ്ഡ് ടു ദ ഡാഷ് ഏഷ്യ പസഫിക് റീജിയൻ ആണ് ആൻസർ വരുന്നത്. അക്കോർഡിംഗ് ടു വേൾഡ് ഡിസാസ്റ്റർ റിപ്പോർട്ട് 2010 ഡ്യൂറിങ് 2000 to 2009 85% ഓഫ് അഫക്റ്റഡ് പീപ്പിൾ ബിലോങ് ദ ഏഷ്യ പസഫിക് റീജിയനിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഏഷ്യ പസഫിക് റീജിയനിലായിരുന്നു അത്രയും എഫക്റ്റിലായിട്ടുള്ള പീപ്പിൾ ഉണ്ടായിരുന്നത്. ഓക്കെ. പത്താമത്തെ ക്വസ്റ്റ്യൻ, ആൻ ആക്റ്റീവ് വോൾക്കാനോ മൗന ലോവ ഈസ് ലൊക്കേറ്റഡ് ഇൻ. ഹവായിൽ കേട്ടോ. ആൻ ആക്റ്റീവ് വോൾക്കാനോ ലാവ ഈസ് ലൊക്കേറ്റഡ് ഓൺ ഹവായിലാണ് കേട്ടോ. USA ഹവായിലാണ് കേട്ടോ. ഹവായി എന്നൊക്കെ ആലോചിക്കുക, ഒരു പാട്ട് ആലോചിച്ചാൽ മതി. ഓക്കെ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ആൻ എഫക്റ്റ് ദാറ്റ് നാച്ചുറൽ ഡിസാസ്റ്റർ ക്യാൻ ഹാവ് ആൻ ഓൺ പീപ്പിൾ അഫക്റ്റഡ് ബൈ ദ ഇവൻറ്റ് ഈസ് ആൻ ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ്. ഒരു എഫക്റ്റാണ് ദാറ്റ് നാച്ചുറൽ ഡിസാസ്റ്റർ ക്യാൻ ഹാവ് ഓൺ പീപ്പിൾ അഫക്റ്റഡ് ബൈ ദ ഇവൻറ്റ് ഈസ് ആൻ ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് കേട്ടോ. ഒരു എഫക്റ്റാണ് ദാറ്റ് നാച്ചുറൽ ഡിസാസ്റ്റർ ക്യാൻ ഹാവ് ഓൺ പീപ്പിൾ അഫക്റ്റഡ് ബൈ ദ ഇവൻറ്റ് ഈസ് ആൻ ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ ഒരു വളർച്ചയിൽ എഫക്റ്റ് ചെയ്തുകൊണ്ടാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഓഫ് സിവിൽ വാറിൻ്റെ എക്സാമ്പിൾ എന്താണ്? സൈറൻ വാർ ആണ് കേട്ടോ. സൈറൻ വാർ അല്ല, സിറിയൻ വാർ ആണ് കേട്ടോ. സിവിൽ വാറിൻ്റെ എക്സാമ്പിൾ എന്താണ്? സിറിയൻ വാർ ആണ്. സിവിൽ വാറിൻ്റെ എക്സാമ്പിൾ സിറിയൻ വാർ. ആൻ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ. ഒരു നാച്ചുറൽ ഡിസാസ്റ്ററിന് എക്സാമ്പിൾ എന്താണെന്ന് ചോദിക്കുന്നത്. ഓൾ ഓഫ് ദീസ് ആണ് കേട്ടോ. സ്റ്റോം ഉണ്ട്, ഫ്ലൂഡ് ഉണ്ട്, സുനാമി ഒക്കെ ഉണ്ട്. അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? നാച്ചുറൽ ഡിസാസ്റ്ററിന് ഓൾ ഓഫ് ദീസ് ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ആൻ എക്സ്ട്രീം നാച്ചുറൽ ഫെനോമിനൻ capable of causing disaster leading
to loss of leaves or damage to property is known as. ഒരു എക്സ്ട്രീം നാച്ചുറൽ ഫെനോമിനൻ ആണ് capable of causing disaster leading to loss of leaves or damage to property is known as. ആൻസർ വരുന്നത് നാച്ചുറൽ ഹസാർഡ് ആണ് കേട്ടോ. നാച്ചുറൽ ഹസാർഡ് ആണ് കേട്ടോ വരുന്നത്. നാച്ചുറൽ ഹസാർഡ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഇമ്പോർട്ടൻറ്റ് വാട്ടർ കണ്ടാമിനൻറ്റ്. ഒരു ഇമ്പോർട്ടൻറ്റ് വാട്ടർ കണ്ടാമിനൻ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നൈട്രജൻ ഓക്സൈഡ് ആണ് കേട്ടോ. ഓക്സൈഡാണ്. നൈട്രജൻ ഓക്സൈഡാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്ടർ കണ്ടാമിനൻ്റ്. ആരാണ്? നൈട്രജൻ ഓക്സൈഡ്സ് ആണ്. അപ്രോക്സിമേറ്റ് റേഞ്ച് ഓഫ് എർത്ത് ക്വേക്സ് ദാറ്റ് ഒക്കർ ഈച്ച് ഇയർ. ആൻസർ വരുന്നത് തൗസൻഡ്സ് ആണ് കേട്ടോ. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിലാണ്. അപ്രോക്സിമേറ്റ് റേഞ്ച് ഓഫ് എർത്ത് ക്വേക്സ് ദാറ്റ് ഒക്കർ ഈച്ച് ഇയർ ഈസ് 1000 ആണ്. 1000. ഓക്കെ, 17ാമത്തെ ക്വസ്റ്റ്യൻ. അപ്രോക്സിമേറ്റ്ലി ഡാഷ് പെർസെൻറ്റേജ് ഓഫ് എർത്ത് സർഫസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. എത്രയാണ്? 70% അല്ലേ? അതെ, 70% കവർ വിത്ത് വാട്ടർ ആണ് കേട്ടോ. ഏരിയ ഓഫ് ഇന്ത്യൻ കോസ്റ്റ് ലൈൻ വിച്ച് ഈസ് വൾണറബിൾ ടു സ്റ്റോം സർജസ്, സൈക്ലോൺസ് ആൻഡ് സുനാമി ഈസ്. Area of Indian coastline which is vulnerable to storm surges, cyclones and tsunami is. ആൻസർ വരുന്നത് 5700 കിലോമീറ്റർ ആണ്. 5700 കിലോമീറ്റർ എന്ന് ആലോചിക്കട്ടോ. 5700 കിലോമീറ്റർ ആണ് ഇന്ത്യൻ കോസ്റ്റ് ലൈൻ. ഓക്കെ, വൾണറബിൾ ടു സ്റ്റോം സർജസ് ആൻഡ് സൈക്ലോൺസ് ആൻഡ് സുനാമി ഈസ് 5700 കിലോമീറ്റർ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഏരിയാസ് ഓഫ് സിറ്റീസ് ദാറ്റ് ആർ സബ്ജക്റ്റഡ് ടു സിഗ്നിഫിക്കൻറ്റ് നാച്ചുറൽ ഹസാർഡ് ഷുഡ് ബി യൂസ്ഡ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഏരിയാസ് ഓഫ് സിറ്റീസ് ദാറ്റ് ആർ സബ്ജക്റ്റഡ് ടു സിഗ്നിഫിക്കൻറ്റ് നാച്ചുറൽ ഹസാർഡ്സ് ഷുഡ് ബി യൂസ്ഡ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ്. ആൻസർ വരുന്നത് സി ആണ്. പാർക്സ് ആൻഡ് ഗോൾഫ് കോഴ്സസ് ആണ് കേട്ടോ. പാർക്സും ഗോൾഫ് കോഴ്സസും ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നാച്ചുറൽ ഹസാർഡ് ഷുഡ് ബി യൂസ്ഡ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നാണ് ചോദിക്കുന്നത്. പാർക്സും ഗോൾഫ് കോഴ്സസും ആണ്. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ. ആസ് ദ ഡിസ്ചാർജ് ഇൻ എ സ്ട്രീം ഇൻക്രീസസ്, ലോഡ് യൂഷ്വലി ഇൻക്രീസസ് ആണ് കേട്ടോ. ആസ് ദ ഡിസ്ചാർജ് ഇൻ എ സ്ട്രീം ഇൻക്രീസസ്, ലോഡ് യൂഷ്വലി ഇൻക്രീസസ്. രണ്ടും പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് ഇൻക്രീസസ് വരികയാണെങ്കിൽ ആൻസർ എന്താണ്? ഇൻക്രീസസ് എന്നാണ് കൊടുക്കേണ്ടത്. 21ാമത്തെ ക്വസ്റ്റ്യൻ. കാറ്റാസ്ട്രോഫിക് നാച്ചുറൽ ഡിസാസ്റ്റർ ലോസസ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് ഇൻവോൾവ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ആൻസർ ബി ആണ് വരുന്നത്. ലാർജ് ഫിനാൻഷ്യൽ കോസ്റ്റസ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്പനീസ്. ഓക്കെ, കാറ്റാസ്ട്രോഫിക് നാച്ചുറൽ ഡിസാസ്റ്റർ ലോസ് ചെയ്യുന്നുണ്ട് ഈ ഡെവലപ്ഡ് കൺട്രീസിൽ. ഇൻവോൾവ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഏതാണ് ഇൻവോൾവ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ലാർജ് ഫിനാൻഷ്യൽ കോസ്റ്റസ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്പനീസ്. ലാർജ് ഫിനാൻഷ്യൽ കോസ്റ്റസ് ആണ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്പനീസ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാറ്റാസ്ട്രോഫിക് നാച്ചുറൽ ഡിസാസ്റ്റർ ലോസ് ചെയ്യുന്നത് ഇൻ ഡെവലപ്ഡ് കൺട്രീസ്. ഇൻവോൾവ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ലാർജ് ഫിനാൻഷ്യൽ കോസ്റ്റസ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്പനീസ് ആണ് ആൻസർ വരുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ. ചാനലൈസേഷൻ ഓഫ് സ്ട്രീംസ് ഈസ് ഡിസൈൻഡ് ടു റെഡ്യൂസ് ഫ്ലൂഡിംഗ് ബൈ ഡാഷ്. ആൻസർ വരുന്നത് സ്പീഡിംഗ് ദ പാസേജ് ഓഫ് ഫ്ലൂഡ് വാട്ടേഴ്സ് ആണ് കേട്ടോ. ചാനലൈസേഷൻ ഓഫ് സ്ട്രീംസ് ഈസ് ഡിസൈൻഡ് ടു റെഡ്യൂസ് ഫ്ലൂഡിംഗ് ബൈ എന്താണ്? സ്പീഡിംഗ് ദ പാസേജ് ഓഫ് ഫ്ലൂഡ് വാട്ടേഴ്സ് ആണ് കേട്ടോ. സ്പീഡിംഗ് ദ പാസേജ് ഓഫ് ഫ്ലൂഡ് വാട്ടേഴ്സ് ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസാസ്റ്റർ അറ്റ് ചെർണോബിൽ USSR, 3 Mile ഐലൻഡ് USA ആൻഡ് ഫ്യൂക്യൂസിമ ജപ്പാനിലാണ്. ആർ ഓൾ റിലേറ്റഡ് ടു. ഏതിനാണ് റിലേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ന്യൂക്ലിയർ ഡിസാസ്റ്ററിനെയാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? റിലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ ന്യൂക്ലിയർ ഡിസാസ്റ്റേഴ്സാണ്. 3 Mile ഐലൻഡ് USSRയിലുള്ള ചെർണോബിൽ ഇതൊക്കെ എന്താണ്? ന്യൂക്ലിയർ ഡിസാസ്റ്ററിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഡിസാസ്റ്റർ ഈസ് ആൻ ഇവൻറ്റ് അറൈസിങ് ഔട്ട് ഓഫ്. ആൻസർ വരുന്നത് റിസൾട്ട് ഓഫ് ഹസാർഡ് ഇവൻ്റ് ആണ്. കേട്ടോ. ഇൻ ദ ഡിസാസ്റ്റർ ഈസ് ആൻ ഇവൻറ്റ് അറൈസിങ് ഔട്ട് ഓഫ് റിസൾട്ട് ഓഫ് ഹസാർഡ് ഇവൻറ്റ്. ഓക്കെ, 25ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസാസ്റ്റർ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു വേരിയസ് ടൈപ്സ് ഓൺ ദ ബേസിസ് ഓഫ്. ഓൺ ദ ബേസിസ് ഓഫ്. ആൻസർ വരുന്നത് എന്താണ്? ഡി ആണ്. ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ദ റിസൾട്ട്. ആണ് കേട്ടോ. അതിൻ്റെ റിസൾട്ടായിട്ട് എന്താ വരിക? ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ആണ്. ഓക്കെ, ദ റിസൾട്ട്. ഡിസാസ്റ്റർ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു വേരിയസ് ടൈപ്സ് ഓൺ ദ ബേസിസ് ഓഫ് ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ദ റിസൾട്ട്. 26ാമത്തെ ക്വസ്റ്റ്യൻ. ഡൗൺ ഹിൽ മൂവ്മെൻറ്റ് ഓഫ് എർത്ത് ഈസ് മെയിൻലി കോസ്ഡ് ബൈ. ആൻസർ വരുന്നത് ബി ആണ്. റെയിൻ ആണ് കേട്ടോ. ഡൗൺ ഹിൽ മൂവ്മെൻറ്റ് ഓഫ് എർത്ത് ഈസ് മെയിൻലി കോസ്ഡ് ബൈ റെയിൻ. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഡ്രൗട്ട് ഈസ് ഓഫൺ ഐഡൻറ്റിഫൈഡ് ബൈ സണ്ണി ഡേയ്സ് ആൻഡ് ഹോട്ട് വെതർ.
Drought is often identified by sunny days and hot weather. ആൻസർ വരുന്നത് ബി ആണ്. ഹൈഡ്രോളജിക്കൽ ഡ്രൗട്ടാണ് കേട്ടോ. ഹൈഡ്രോളജിക്കൽ ഡ്രൗട്ടാണ്. ഡ്രൗട്ട് ഈസ് ഓഫൺ ഐഡൻറ്റിഫൈഡ് ബൈ സണ്ണി ഡേയ്സ് ആൻഡ് ഹോട്ട് വെതറിൽ ഹൈഡ്രോളജിക്കൽ ഡ്രൗട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രൗട്ട് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ആൻഡ് ഫ്ലൂഡിങ് ആർ കോസസ് ഓഫ്. ആൻസർ വരുന്നത് ഡി ആണ്. ഫെമൈൻ ആണ് കേട്ടോ. ഡ്രൗട്ട് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഇൻക്രീസസ് പോപ്പുലേഷൻ ആൻഡ് ഫ്ലൂഡിങ് ആർ കോസസ് ഓഫ് ഫെമൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫെമൈൻ ആണെന്ന് പറയുന്നു. 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇക്വേറ്റർ ഈസ് എ റീജിയൻ ഓഫ് ഡാഷ് പ്രഷർ വൈൽ പോൾസ് ആർ റീജിയൻസ് ഓഫ് ഡാഷ് പ്രഷർ. ഇക്വേറ്റർ ഈസ് എ ആൻസർ വരുന്നത് ബി ആണ്. ഇക്വേറ്റർ ഈസ് എ റീജിയൻ ഓഫ് ലോ പ്രഷർ. പ്രഷർ കുറവാണ്. കാരണം എന്താ? അവിടെ ഹീറ്റ് കൂടുതലായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇക്വേറ്ററിൽ പ്രഷർ ലോയുമാണ്. അതുപോലെ തന്നെ പോൾസിൽ എന്താണ്? പോൾസിൽ പ്രഷർ ഹൈ ആണ്. കാര്യം എന്താ? അവിടെ നല്ല തണുപ്പായത് കാരണം അല്ലേ? അതാണ് എൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. ആൻസർ വരുന്നത് ബി ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ. എറ്റ്ന വോൾക്കാനോ ആർ ലൊക്കേറ്റഡ് ഇൻ. എറ്റ്ന വോൾക്കാനോ എവിടെയാണുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഇറ്റലിയിലാണ് കേട്ടോ. ഇറ്റലി. എറ്റ്ന ഇറ്റലി എന്ന് ആലോചിക്കുക. എറ്റ്ന ഇറ്റലി എന്ന് ആലോചിക്കുക കേട്ടോ. എറ്റ്ന ഇറ്റലി. 31ാമത്തെ ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ ഓഫ് ആന്ത്രോപോജനിക് ഹസാർഡ്സ് ആർ. ആന്ത്രോപോജനിക് ഹസാർഡ്സിന് എക്സാമ്പിൾ എന്താ? കെമിക്കൽ എക്സ്പ്ലോഷൻ ആണ് കേട്ടോ. കെമിക്കൽ എക്സ്പ്ലോഷൻ ആണ് ആന്ത്രോപോജനിക് ഹസാർഡ്സിന് എക്സാമ്പിൾ. കെമിക്കൽ എക്സ്പ്ലോഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ ഓഫ് സിവിൽ വാർ. സിവിൽ വാറിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിക്കുന്നത്. സെർജിയൻ വാർ. അല്ല, സോറി സിറിയൻ വാർ. സെർജിയൻ വാർ എന്നല്ല കേട്ടോ, സിറിയൻ വാറാണ് കേട്ടോ. ഈ ഒരു PDF ജസ്റ്റ് വായിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോലെ ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾ ഓഫ് സിവിൽ വാർ എന്താണ്? സിറിയൻ വാറാണ് കേട്ടോ. സിറിയൻ വാർ കേട്ടോ. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്ലൂഡ് cannot occur due to. ഫ്ലൂഡ് cannot occur due to. ആൻസർ വരുന്നത് ബയോളജിക്കൽ ഡിസാസ്റ്റർ ആണ്. ഫ്ലൂഡ് cannot occur due to ബയോളജിക്കൽ ഡിസാസ്റ്റർ. ഫ്ലൂഡ് എന്തുകൊണ്ടല്ല ഉണ്ടാകുന്നത്? ബയോളജിക്കൽ ഡിസാസ്റ്റർ കൊണ്ടല്ല ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് ദ നാച്ചുറൽ ഹസാർഡ്. ഇതിനകത്ത് ഏതാണ് നാച്ചുറൽ ഹസാർഡ് എന്നാണ് ചോദിക്കുന്നത്. ഓൾ ഓഫ് ദ അബോവ് ആണ് കേട്ടോ. ഓൾ ഓഫ് ദീസ് ആണ്. ഓൾ ഓഫ് ദ അബോവ് ആണ്. എർത്ത് ക്വേക്സ്, സൈക്ലോൺ, ലാൻഡ് സ്ലൈഡ് എല്ലാം എന്താണ്? നാച്ചുറൽ ഹസാർഡ്സിന് എക്സാമ്പിൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം വേർ ഈച്ച് ക്വേക്ക് വേവ്സ് ആർ ജനറേറ്റഡ്. ഫ്രം വേർ എർത്ത് വേവ്സ് ആർ ജനറേറ്റഡ്. എവിടെ നിന്നാണ് വരുന്നതെന്നാണ്? ഫോക്കസിൽ നിന്നാണ് കേട്ടോ വരുന്നത്. ഫ്രം വേർ എർത്ത് വേവ്സ് ആർ ജനറേറ്റഡ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഭൂമിൻ്റെ അടിയിൽ നിന്നാണെന്നാണ്. ഭൂമിൻ്റെ അടിയിലാണ് അതിൻ്റെ ഫോക്കസ് കാണപ്പെടുന്നത് കേട്ടോ. ഫോക്കസിൽ നിന്നാണ് വരുന്നതെന്നാണ് പറയുന്നത്. 36ാമത്തെ ക്വസ്റ്റ്യൻ. ജിയോളജിസ്റ്റ് കൺസിഡർഡ് ദ എർത്ത് ടു ബി 4.6 ബില്യൺ ഇയേഴ്സ് ഓൾഡ്. ഇഫ് യു കൗണ്ടഡ് ടു 4.6 ബില്യൺ ബൈ കൗണ്ടിങ് വൺ നമ്പർ എവറി സെക്കൻഡ് ഹൗ ലോങ് വുഡ് ഇറ്റ് ടേക്ക്. എത്ര ടൈം എടുക്കും? 146 ഇയേഴ്സ്. സി എന്ന് പറയാം. ആൻസർ വരുന്നത് ബി ആണ്. 146 ഇയേഴ്സ്. സി ആണ് കേട്ടോ. 146 ഇയേഴ്സ്. സി. അടുത്ത ക്വസ്റ്റ്യൻ. ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ആസ്. ആൻസർ വരുന്നത് ബി ആണ്. നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആണ് കേട്ടോ. ഹസാർഡ്സും ഡിസാസ്റ്ററും മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻസർ വരുന്നത് ബി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൈ വൾണറബിലിറ്റി ആൻഡ് ഹൈ ഹസാർഡ് ആർ അസോസിയേറ്റഡ് വിത്ത്. സി ആണ് ആൻസർ വരുന്നത്. ഹൈ ഡിസാസ്റ്റർ റിസ്ക് ആണ്. ഹൈ വൾണറബിലിറ്റി ആൻഡ് ഹൈ ഹസാർഡ് ആർ അസോസിയേറ്റഡ് വിത്ത് ഹൈ ഡിസാസ്റ്റർ റിസ്ക് ആണ് കേട്ടോ വരുന്നത്. ഓക്കെ, ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ ആർ മെയിൻലി ക്ലാസിഫൈഡ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആണ്. നാച്ചുറൽ ഹസാർഡ്സും ഉണ്ട്, ഹ്യൂമൻ ഇൻഡ്യൂസ്ഡും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഹൈ വൾണറബിലിറ്റി ആൻഡ് ഹൈ ഹസാർഡ് ആർ അസോസിയേറ്റഡ് വിത്ത് ഹൈ ഡിസാസ്റ്റർ റിസ്ക് ആണ് കേട്ടോ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ടൈപ്സ് ഓഫ് ഹസാർഡ്സ് ആർ ദർ. ആൻസർ വരുന്നത് 2 കേട്ടോ. 2 ആണ്. 2 ടൈപ്പ് ഓഫ് ഹസാർഡ്സ് ആണുള്ളത്. 40ാമത്തെ ക്വസ്റ്റ്യൻ. ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഹസാർഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. സി ആണ് ആൻസർ വരുന്നത്. 5. ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഹസാർഡ്സ് നമുക്ക് 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഹരിക്കെയിൻസ് ആർ കോമൺ ഇൻ. ഹരിക്കെയിൻസ് ആർ കോമൺ ഇൻ. ആൻസർ വരുന്നത് സി ആണ്. USA. ഹരിക്കെയിൻസ് ആർ കോമൺ ഇൻ USA. ഹരിക്കെയിൻസ് എവിടെയാണ് കോമൺ ആയിട്ടുള്ളത്? USAയിലാണ്. ഹരിക്കെയിൻ സൈക്ലോൺസ് ആർ ഫോംഡ് ഇൻ. ആൻസർ എ ആണ് വരുന്നത് കേട്ടോ. USA. ഹരിക്കെയിൻ സൈക്ലോൺസ് ആർ ഫോംഡ് ഇൻ USAയിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ ഡാം ഈസ് റിമൂവ്ഡ് ദെൻ അപ്സ്ട്രീം ഫ്രം ദ ഫോമർ ഡാം ദ റിവർ റെസ്പോൺസ് ബൈ. ഒരു ഡാം ഈസ് റിമൂവ്ഡ്. ഒരു ഡാം റിമൂവ് ചെയ്യാണ്. ദെൻ അപ്സ്ട്രീം ഫ്രം ദ ഫോമർ ഡാം ദ റിവർ റെസ്പോൺസ് ബൈ. ആൻസർ വരുന്നത് എന്താണ്? ഡൗൺ കട്ടിങ്. ഡൗൺ കട്ടിങ് ആയിട്ടാണ് കേട്ടോ പോവുക. ഡൗൺ കട്ടിങ്. ഓക്കെ, ആൻസർ വരുന്നത് എന്താണ്? ഡൗൺ കട്ടിങ് ആയിട്ട്. ഒരു റിവറിൻ്റെ ഡാം നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ദെൻ അപ്സ്ട്രീം ഫ്രം ദ ഫോമർ ഡാം ഈസ് റിവർ റെസ്പോൺസ് ബൈ ഡൗൺ കട്ടിങ് എന്നാണുള്ള ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ഡെഫിഷ്യൻസി of a particular year's rainfall exceeds 25% of normal, it is termed as. If the deficiency of a particular year's rainfall exceeds 25% of normal, it is termed as. Answer വരുന്നത് onset of drought ആണ്. onset of drought കേട്ടോ. Deficiency of a particular yearനെ rainfall exceeds 25% of normal, it is termed as onset of drought. Okay, onset of drought എന്നാണ് അതിനെ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, if the deficiency of a particular year's rainfall more than 50% of normal, it is termed as. നോർമലിനെക്കാട്ടിലും 50% ആണെങ്കിൽ എൻ്റെ ആൻസർ വരുന്നത് എന്താണെന്ന് ചോദിക്കുന്നത് സിവിയർ ഡ്രൗട്ട് ആണ് കേട്ടോ. സിവിയർ ഡ്രൗട്ട് നേരത്തെ എന്തായിരുന്നു ഓൺസെറ്റ് ഓഫ് ഡ്രൗട്ട് ആയിരുന്നു. 25% ആണെങ്കിൽ റെയിൻഫോൾ എക്സിറ്റ് 25%, നോർമൽ ഈസ് ടേംഡ് ആസ് ഓൺസെറ്റ് ഓഫ് ഡ്രൗട്ട് ആണെങ്കിൽ ഇയർ ഓഫ് റെയിൻഫോൾ മോർ ദാൻ 50%, നോർമൽ ഈസ് ടേംഡ് ആസ് എന്താണ് സിവിയർ ഡ്രൗട്ട് കേട്ടോ. സിവിയർ ഡ്രൗട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ സീ ഫ്ലോർ ഈസ് സഡൻലി ഡിസ്പ്ലേസ്ഡ് അപ്വേർഡ്, ദെൻ വാട്ട് ഹാപ്പൻസ് ടു ദ സീ സർഫസ്? സീ ഫ്ലോർ എന്ത് ചെയ്യുക, സഡൻലി ഡിസ്പ്ലേസ് ചെയ്യാണ് അപ്വേർഡിലേക്ക്. then what happens to the sea surface? എന്തായിട്ട് സംഭവിക്കും? ഇറ്റ് വിൽ മൊമെൻ്ററിലി റൈസ്. അത് മൊമെൻ്ററിലി റൈസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഉയരും അല്ലേ, അതാണ് അത്. അപ്വേർഡിലേക്ക് ഡിസ്പ്ലേസ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ മൊമെൻ്ററിലി റൈസ്, അത് പൊങ്ങുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡേറ്റ് സുനാമി ഒക്കേർഡ് ഇൻ ഇന്തോനേഷ്യ? ഇന്തോനേഷ്യയിലെ ഏത് ടൈമിലാണ് സുനാമി വന്നതെന്ന് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് 26 ഡിസംബറിലാണ് കേട്ടോ. 26 ഡിസംബറിലാണ് ഇന്തോനേഷ്യയിൽ സുനാമി വന്നത്. 26 ഡിസംബർ എന്നാലോചിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 48ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് എർത്ത് കേക്ക് ദ സ്റ്റോൺസ് ഓൺ ദ റോഡ്സ് ഓഫ് ഷില്ലോങ് ആസ് സെഡ് ടു ഹാവ് വൈബ്രൻറ്റ് ലൈക്ക് പീസ് ഓൺ എ ഡ്രം? ആൻസർ വരുന്നത് സി ആണ്. ഗ്രേറ്റ് എർത്ത് കേക്ക് ഓഫ് ആസാം. ഗ്രേറ്റ് എർത്ത് കേക്ക് ഓഫ് ആസാമിലാണ് എന്ത് ചെയ്തത്, എർത്ത് കേക്ക് സംഭവിച്ചപ്പോഴാണ് സ്റ്റോൺ ഓൺ ദ റോഡ്സ് ഓഫ് ഷില്ലോങ് ആസ് സെഡ് ടു ഹാവ് വൈബ്രേറ്റഡ് ലൈക്ക് പീസ് ഓൺ എ ഡ്രം. പീസ് ഓൺ എ ഡ്രമ്മിൻ്റെ പോലെയായിരുന്നു ഗ്രേറ്റ് എർത്ത് കേക്ക് ഓഫ് ആസാമിലുണ്ടായ സമയത്ത് സംഭവിച്ചതെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ദ വയലറ്റ് എക്സ്പ്ലോഷൻ ഓഫ് ദ ഫേമസ് വോൾക്കാനോ Krakatoa in Indonesia produced tsunamis measuring 40 feet? ആൻസർ വരുന്നത് സി ആണ് കേട്ടോ. ഏത് വർഷത്തിലാണ് വയലറ്റ് എക്സ്പ്ലോഷൻ ഓഫ് ദ ഫേമസ് വോൾക്കാനോ ക്രാക്കാറ്റോവ ഇൻ ഇന്തോനേഷ്യ പ്രൊഡ്യൂസ്ഡ് സുനാമി മെഷറിംഗ് 40 feet? ആൻസർ വരുന്നത് എന്താണ്? 1883 കേട്ടോ. 1883 വയലറ്റ് എക്സ്പ്ലോഷൻ ഓഫ് ദ ഫേമസ് വോൾക്കാനോ ക്രാക്കാറ്റോവ ഇൻ ഇന്തോനേഷ്യ പ്രൊഡ്യൂസ്ഡ് സുനാമി മെഷറിംഗ് 40 feet. 40 feet ആയിരുന്നു എന്നാണ് പറഞ്ഞത്. 1883 കേട്ടോ. 50ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ അറ്റ്മോസ്ഫിയർ കോസസ്. എന്ത് കോസ് ചെയ്യും? റൈസ് ഇൻ എർത്ത് ടെമ്പറേച്ചർ. എർത്തിലെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ്. ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ഹ്യൂമൺ ഇൻഡ്യൂസ്ഡ് ഹസാർഡ്സ് ആണ് കേട്ടോ. ഹ്യൂമൺ ഇൻഡ്യൂസ്ഡ് ഹസാർഡ്സിലാണ് ഇത് വരുന്നത്, ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ് വരുന്നത്. Is a downward movement, 52ാമത്തെ ക്വസ്റ്റ്യൻ, is a downward movement of wet soil along the slope under the influence of gravity? ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ വരുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ഡി ആണ്, സോളിഫിക്കേഷൻ എന്നാണ് പറയാം. ഓക്കെ, സോളിഫിക്കേഷൻ എന്നാണ് പറയാം കേട്ടോ. സോളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റിയുടെ ആ ഒരു ഇൻഫ്ലുവൻസിൽ സോയിൽ ഒരു സ്ലോപ്പ് രൂപത്തിലാവാൻ, ഡൗൺവേർഡിലേക്ക് പോകാൻ. ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് വെറ്റ് സോയിൽ അലോങ് ദ സ്ലോപ്സ്. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് സോളിഫിക്കേഷൻ എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ആഷ് ഫ്രം എ വോൾക്കാനിക് മിക്സ്ചർ വിത്ത് വാട്ടർ ടു ഫോം എ തിക്ക് റിവർ ഓഫ് മഡ്? ഒരു റിവർ ഓഫ് മഡ് ഉണ്ടാവും എന്നുള്ളത്, അതിനെ പറയുന്ന പേരെന്താണെന്ന് ചോദിക്കുന്നത്. ലഹാസ് എന്നാണ് പറയുക. ലഹാസ് ഒരു ആഷാണ്. ആഷ് എന്ന് പറഞ്ഞാൽ വോൾക്കാനോ വന്നു കഴിഞ്ഞാൽ എന്താണ്, അവിടെ മൊത്തം ഒരു റിവർ പോലെ മഡ് എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ഒക്കെ ഒരു മിക്സ്ചറായിട്ടുള്ളൊരു തിക്കായിട്ടുള്ളൊരു രീതിയിലുള്ളൊരു മഡായിരിക്കും. അപ്പോൾ അതിനെ പറയുന്ന പേരെന്താണ്? തിക്ക് റിവർ എന്നാണ് പറഞ്ഞത്. അതിന് പറയുന്ന പേരാണ് ലഹാസ് എന്ന്. ഓക്കെ, ലഹാസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് എക്സ്ട്രീംലി സ്ലോ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് ഡ്രൈ സർഫേഷ്യൽ മാറ്റേഴ്സ്? എക്സ്ട്രീംലി സ്ലോ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് ഡ്രൈ സർഫേഷ്യൽ മാറ്റേഴ്സിനെ പറയുന്ന പേരാണ് ക്രീപ്പ് എന്ന്. ക്രീപ്പ്. ആൻസർ വരുന്നത് ക്രീപ്പാണ് കേട്ടോ. ക്രീപ്പ്. എക്സ്ട്രീംലി സ്ലോ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് ഡ്രൈ സർഫസ് മാറ്റേഴ്സിനെയാണ് പറയുന്നത് ക്രീപ്പ് എന്ന്. ഓക്കെ, ക്രീപ്പ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, മേജർ സുനാമീസ് ആർ ജനറേറ്റഡ് ബൈ എർത്ത് അലോങ്. മേജർ സുനാമീസ് ആർ ജനറേറ്റഡ് ബൈ എർത്ത് അലോങ് ബി. ആൻസർ വരുന്നത് എന്താണ്? കൺവേർജൻറ്റ് മാർജിൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണ്. കൺവേർജൻറ്റ് മാർജിൻസിൻ്റെ ഇൻഫ്ലുവൻസിലാണ് മേജർ സുനാമീസ് ജനറേറ്റ് ചെയ്യുന്നത് എർത്ത് ക്വേക്സിലൂടെ. ഓക്കെ, കൺവേർജൻറ്റ് മാർജിൻസ്.
അടുത്ത ക്വസ്റ്റ്യൻ, മേജർ സുനാമീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എർത്ത് വിത്ത് ഹൈപ്പോസെൻറ്റേഴ്സ് ലെസ് ദാൻ. ആൻസർ വരുന്നത് ഡി ആണ് ആൻസർ വരുന്നത് 30 കിലോമീറ്റർ. മേജർ സുനാമീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എർത്ത് വിത്ത് ഹൈപ്പോസെൻറ്റേഴ്സ് ലെസ് ദാൻ 30 കിലോമീറ്റർ. ഹൈപ്പോസെൻറ്റേഴ്സ് ലെസ് ദാൻ 30 കിലോമീറ്റർ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മെൻഷൻ ദ മേജർ ടൈപ്പ് ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോൺ. ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ എക്സാമ്പിൾ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ആൻസർ വരുന്നത് ടൊർണാഡോസ് ആണ് കേട്ടോ. ടൊർണാഡോസ്. മെൻഷൻ ദ മേജർ ടൈപ്പ് ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോൺ. ടൊർണാഡോസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മെറ്റിയോറോളജിക്കൽ ഡ്രൗട്ട് മീൻസ്. മെറ്റിയോറോളജിക്കൽ ഡ്രൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് എന്താ? correlates the supply and demand of goods and services. correlates the supply and demand of goods and services ആണ് ആൻസർ വരുന്നത് കേട്ടോ. മെറ്റിയോറോളജിക്കൽ ഡ്രൗട്ട് മീൻസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് മേജർ സുനാമീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എർത്ത് വിത്ത് മാഗ്നിറ്റ്യൂഡ് ഗ്രേറ്റർ ദാൻ. ആൻസർ വരുന്നത് ബി ആണ്, 7 ആണ് കേട്ടോ. മോസ്റ്റ് മേജർ സുനാമീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എർത്ത് വിത്ത് മാഗ്നിറ്റ്യൂഡ് ഗ്രേറ്റർ ദാൻ 7. ഓക്കെ. മോസ്റ്റ് മേജർ സുനാമീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എർത്ത് വിത്ത് മാഗ്നിറ്റ്യൂഡ് ഗ്രേറ്റർ ദാൻ 7. 7നേക്കാളും കൂടുതലായിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? മേജർ സുനാമീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. 60ാമത്തെ ക്വസ്റ്റ്യൻ, മോസ്റ്റ് നാച്ചുറൽ ഡിസാസ്റ്റർ ആർ വിച്ച് ഓഫ് ദ ഫോളോയിങ്. മോസ്റ്റ് നാച്ചുറൽ ഡിസാസ്റ്റർ ആർ വിച്ച് ഓഫ് ദ ഫോളോയിങ്. ആൻസർ വരുന്നത് ബി ആണ്, completely random in that they involve process that we cannot hope to understand. Completely random in that they involve processes that we cannot hope to understand. Completely random ആയിട്ട് in that they involve processes that we cannot hope to understand. കംപ്ലീറ്റ്ലി റാൻഡം ആയിട്ട് സംഭവിക്കുന്നില്ലേ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സൊക്കെ? കംപ്ലീറ്റ്ലി നമുക്കറിയാത്ത സമയത്ത് സംഭവിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് ഇൻവോൾവ് പ്രോസസ് ദാറ്റ് വി കനോട്ട് ഹോപ്പ് ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല, ഒരു പ്രതീക്ഷയും കൊടുക്കാൻ പറ്റാത്തൊരു സമയമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഓഫ് ദ ഡാമേജ് ഡൺ ബൈ ഫ്ലോട്ട്സ് ഇൻ ദ US ഒക്വേഴ്സ്. മോസ്റ്റ് ഓഫ് ദ ഡാമേജ് ഡൺ ബൈ ഫ്ലോട്ട്സ് ഇൻ ദ US ഒക്വേഴ്സ്. ആൻസർ വരുന്നത് എ ആണ്, ഓൺ ഫ്ലൂഡ് പ്ലെയിൻസ് ആണ് കേട്ടോ. ഫ്ലൂഡ് പ്ലെയിൻസിലാണ് കേട്ടോ വരുന്നത്. മോസ്റ്റ് ഓഫ് ദ ഡാമേജ് ഡൺ ബൈ ദ ഫ്ലൂഡ് ഇൻ ദ US ഒക്വേഴ്സ് ഫ്ലൂഡ് പ്ലെയിൻസിൽ. അടുത്ത ക്വസ്റ്റ്യൻ, മൗണ്ട് കിളിമഞ്ചാരോ ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ്. ആൻസർ വരുന്നത് ഡോർമെൻറ്റ് വോൾക്കാനോ കേട്ടോ. മൗണ്ട് കിളിമഞ്ചാരോ എന്താണ്? ഒരു ഡോർമെൻറ്റ് വോൾക്കാനോക്ക് എക്സാമ്പിളാണ് മൗണ്ട് കിളിമഞ്ചാരോ. ഓക്കെ. ഡോർമെൻറ്റ് വോൾക്കാനോ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മൂവ്മെൻറ്റ് ഓഫ് earthquake waves through the ground can produce. Movement of earthquake waves through the ground can produce. ആൻസർ വരുന്നത് സി ആണ്, ലിക്വിഫാക്ഷൻ ആണ് കേട്ടോ ആൻസർ വരുന്നത്. മൂവ്മെൻറ്റ് ഓഫ് എർത്ത് വേവ്സ് ത്രൂ ദ ഗ്രൗണ്ട് ക്യാൻ പ്രൊഡ്യൂസ് ലിക്വിഫാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാവുന്ന പറയുന്നത് ലിക്വിഫാക്ഷൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മൂവ്മെൻറ്റ് ഓഫ് ഹെവി വെഹിക്കിൾ ഓൺ ദ അൺസ്റ്റേബിൾ സ്ലോപ്പി റീജിയൻ ക്രിയേറ്റ്സ്. മൂവ്മെൻറ്റ് ഓഫ് ഹെവി വെഹിക്കിൾസ് ഓൺ ദ അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്ലോപ്പി റീജിയനിലൂടെ പോവുകയാണെങ്കിൽ അത് എന്ത് ക്രിയേറ്റ് ചെയ്യും? ലാൻഡ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ലാൻഡ് സ്ലൈഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എം ടി എറ്റ്ന എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുന്നത്. ആൻസർ എന്താ? ആക്റ്റീവ് വോൾക്കാനോ ആണ് കേട്ടോ. എം ടി എറ്റ്ന എന്ന് പറയുന്നത് ആക്റ്റീവ് വോൾക്കാനോ ആണ്. അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ സെയിം ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ട്. എറ്റ്ന എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാച്ചുറൽ ഡിസാസ്റ്റർ ജനറലി ഇൻവോൾവ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. നാച്ചുറൽ ഡിസാസ്റ്റർ ജനറലി ഇൻവോൾവ് ചെയ്യുന്നത് ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ, ഇവൻറ്റ്സ് ഹോളി കോസ്ഡ് ബൈ ദ ആക്ടിവിറ്റീസ് ഓഫ് മാൻ. ഇവൻറ്റ്സ് ഹോളി കോസ്ഡ് ബൈ ദ ആക്ടിവിറ്റീസ് ഓഫ് മാൻ. മനുഷ്യരുടെ ആക്ടിവിറ്റീസ് തമ്മിലുള്ളതാണ്. അതുകൊണ്ടാണ് എന്ത് നാച്ചുറൽ ഡിസാസ്റ്റർ ജനറലി ഇൻവോൾവ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. നമ്മുടെ ഒരു ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടാണ്. ഇവൻറ്റ്സ് ഹോളി കോസ്ഡ് ബൈ ദ ആക്ടിവിറ്റീസ് ഓഫ് മാൻ ആണ് കേട്ടോ. 67ാമത്തെ ക്വസ്റ്റ്യൻ, നോൺ ലിവിങ് ഫാക്ടേഴ്സ് ഓഫ് എക്കോസിസ്റ്റം ആർ കോൾഡ്. നോൺ ലിവിങ് ഫാക്ടേഴ്സ് ഓഫ് എക്കോസിസ്റ്റത്തിന് നമ്മൾ എന്താ പറയുക? അബയോട്ടിക് കോമ്പണൻസ് ആണ് പറയുക. അബയോട്ടിക് കോമ്പണൻസ്. നോൺ ലിവിങ് ഫാക്ടേഴ്സ് ഓഫ് എക്കോസിസ്റ്റം ആർ കോൾഡ് അബയോട്ടിക് കോമ്പണൻസ്. ജീവനില്ലാത്ത കോമ്പണൻസിനെയാണ് നമ്മൾ നോൺ ലിവിങ് എന്ന് പറയുക. ജീവനില്ലാത്തത് അത് തന്നെയാണ് അബയോട്ടിക്. ബയോം എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ അബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തത്. സോയിലൊക്കെ അതിന് എക്സാമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓഫ് ദ ഫോളോയിങ് വിച്ച് ഈസ് എ നാച്ചുറൽ ഹസാർഡ്. ഇതിനകത്തൊരു നാച്ചുറൽ ഹസാർഡ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓൾ ഓഫ് ദ എബോവ് നാച്ചുറൽ ഹസാർഡാണ് കേട്ടോ. എർത്ത് സൈക്ലോണ്, ലാൻഡ് സ്ലൈഡ് ഇതെല്ലാം എന്താണ്? നാച്ചുറൽ ഹസാർഡാണ്. ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഓഫ് ദ ടോട്ടൽ വാട്ടർ പെർസെൻറ്റേജ് ഇൻ എർത്ത് %% ഈസ് എ ഫ്രഷ് വാട്ടർ ലെവൽ ദാറ്റ് വി ക്യാൻ യൂസ്. ഇതിനകത്ത് ഏതാണ് ആൻസർ വരുന്നത്? 2.5% മാത്രമാണ് ഫ്രഷ് വാട്ടറുള്ളത് കേട്ടോ.
ബാക്കി കംപ്ലീറ്റ് എന്തല്ല, ഫ്രഷ് അല്ല. അപ്പോൾ 2.5% ഓഫ് ഫ്രഷ് വാട്ടർ മാത്രമാണ് നമ്മുടെ ഒരു ടോട്ടൽ വാട്ടറിലുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഫ്രഷ് വാട്ടറിൻ്റെ പെർസെൻറ്റേജ് 2.5% മാത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഫോർ ഫാമേഴ്സ് കമ്മിറ്റ് സൂയിസൈഡ് ഇൻ ഇന്ത്യ. വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ ഫാമേഴ്സ് കമ്മിറ്റ് സൂയിസൈഡ് ഇൻ ഇന്ത്യ. എന്താണ് ആൻസർ? ക്രോപ്പ് ഫെയിലിയർ ആണല്ലേ. ക്രോപ്സ് ഫെയിലിയർ ആകുന്നതാണ് ഏറ്റവും പ്രശ്നം. വിളകൾ നശിക്കുന്നതല്ലേ, അതാണ് ക്രോപ്പ് ഫെയിലിയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പാൻഡമിക് ഡിസീസ് ഈസ് ഡിഫൈൻഡ് ആസ്. പാൻഡമിക് ഡിസീസിനെ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക? ഒന്നാമത്തെ, ഔട്ട് ബ്രേക്ക് ഓഫ് ഡിസീസ് ഇൻ ഇൻ്റർനാഷണൽ സ്കെയിൽ. ഇൻ്റർനാഷണൽ സ്കെയിലിൽ ഔട്ട് ബ്രേക്ക് ഓഫ് എ ഡിസീസിനെയാണ് നമ്മൾ എന്ത് പറയുക? പാൻഡമിക് ഡിസീസ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, പാൻഡമിക് ഡിസീസ് ഇൻക്ലൂഡ് എന്താണ്? ഓൾ ഓഫ് ദ എബോവ് ആണ്. ട്യൂബർക്കുലോസിസ്, സ്മോൾ പോക്സ്, കോളറ, ഇതെല്ലാം പാൻഡമിക് ഡിസീസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പീപ്പിൾ ലിവ് ഇൻ ഡേഞ്ചറസ് ഏരിയാസ് ഫോർ വാട്ട് റീസൺസ്. എന്തുകൊണ്ടാണ് ഡേഞ്ചറസ് ഏരിയാസിൽ പീപ്പിൾസ് താമസിക്കുന്നത്? ആൻസർ വരുന്നത് ഫോർ ഓൾ ഓഫ് ദീസ് റീസൺസ്. ബിക്കോസ് ഓഫ് ചീപ്പ് ലാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദ ലാൻഡ് ഈസ് ഫെർട്ടൈൽ ആയിട്ടോ ആയിരിക്കാം, കൃഷി ചെയ്യാൻ പറ്റുന്നതായിരിക്കാം, ഫോർ പ്രോക്സിമിറ്റി ടു റിക്രിയേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം. ഇതെല്ലാം കാരണമാണ്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ്? ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പെർസെൻറ്റേജ് ഓഫ് എർത്ത് സർഫസ് വിച്ച് ഈസ് കവേർഡ് ബൈ ഓഷ്യൻസ് ആൻഡ് സീ ഈസ്. എത്രയാണ് ആൻസർ വരുന്നത്? 65% ആണ് കേട്ടോ. പെർസെൻറ്റേജ് ഓഫ് എർത്ത് സർഫസ് വിച്ച് ഈസ് കവേർഡ് ബൈ ഓഷ്യൻസ് ആൻഡ് സീസ് ഈസ് 65% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 75th ക്വസ്റ്റ്യൻ ആണ്. പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യൻ ടോട്ടൽ ഏരിയ പ്രോൺ ടു സൈക്ലോൺ ഈസ്. ബി ആൻസർ വരുന്നത് ബി ആണ്, 8% ആണ്. പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യൻ ടോട്ടൽ ഏരിയ പ്രോൺ ടു സൈക്ലോൺ. പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യൻ ടോട്ടൽ ഏരിയ പ്രോൺ ടു സൈക്ലോൺ ഈസ്. ആൻസർ എന്താണ് വരുന്നത്? 8% ആണ്. 8% ആണ്. 76th ക്വസ്റ്റ്യൻ, പെർസെൻറ്റേജ് ഓഫ് സർഫസ് ഓഫ് എർത്ത് ഈസ് കവേർഡ് ബൈ വാട്ടർ. പെർസെൻറ്റേജ് ഓഫ് സർഫസ് ഓഫ് എർത്ത് ഈസ് കവേർഡ് ബൈ വാട്ടർ ഈസ്. ആൻസർ വരുന്നത് 70% ആണ്. 70% ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, poorly built buildings may collapse at a scale of. poorly built buildings may collapse at a scale of. ആൻസർ വരുന്നത് 6. സ്കെയിൽ ഓഫ് 6ൽ കൊളാപ്സ് ചെയ്യാമെന്നാണ്. 6 ആണ് ആൻസർ വരുന്നത്. poorly built buildings may collapse at a scale of 6. ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് കൺവേർട്ട് സോളാർ എനർജി ഇൻ ടു ദ ഡാഷ് കെമിക്കൽ എനർജി. പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്താ ചെയ്യുന്നത്? എനർജീനെ, സോളാർ എനർജീനെ എന്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്? കെമിക്കൽ എനർജിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൈമ ആൻഡ് സർമ ആർ ദ ട്രിബ്യൂട്ടറീസ് ഓഫ്. റൈമയും സർമയും ട്രിബ്യൂട്ടറീസ് ഓഫ് ആരുടെയാണ്? ഗോമതി. ഗോമതിയുടെ ട്രിബ്യൂട്ടറീസ് ആണ് കേട്ടോ. ഗോമാത എന്നാലോചിക്കുക. ഗോമതി. ഓക്കെ, ഗോമതി. അടുത്ത ക്വസ്റ്റ്യൻ, സഹേൽ റീജിയൻ ഓഫ് വെസ്റ്റ് ആഫ്രിക്ക നോൺ ഫോർ. സഹേൽ റീജിയൻ ഓഫ് വെസ്റ്റ് ആഫ്രിക്ക നോൺ ഫോർ. ആൻസർ വരുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. സഹേൽ റീജിയൻ ഓഫ് വെസ്റ്റ് ആഫ്രിക്ക നോൺ ഫോർ റിക്കറിംഗ് ഡ്രോട്ട്, ഫുഡ് ക്രൈസിസ്, ഫെമൈൻ, ഇതെല്ലാം വരുന്നുണ്ട് കേട്ടോ. സഹേൽ റീജിയൻ ഓഫ് വെസ്റ്റ് ആഫ്രിക്ക നോൺ ഫോർ ഓൾ ഓഫ് ദ എബോവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടി ബി ഡിസീസ് ജനറലി എഫക്ട്സ് ഓഫ്. ടി ബി ഡിസീസ് എന്തിനെ എഫക്റ്റ് ചെയ്യുക? ലങ്സിനെയാണ് കേട്ടോ. ലങ്സിനെയാണ് എഫക്റ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ടെററിസ്റ്റ് അറ്റാക്ക് നോൺ ആസ് 9/11 ടുക്ക് പ്ലേസ് ഇൻ. USA അല്ലേ? നമ്മൾ നേരത്തെ ഒരു കറക്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചില്ലേ? 9/11 USA നടന്നിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്ക് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ടെറിട്ടറി കൺസ്യൂമേഴ്സ് ദാറ്റ് ആർ ഫെഡ് ഓൺ പ്രൈമറി കാർണിവേഴ്സ് ആർ ആൾസോ നോൺ ആസ്. ആൻസർ വരുന്നത് ടെർഷ്യറി കാർണിവേഴ്സ് എന്നും പറയാറുണ്ട്. ടെർഷ്യറി കൺസ്യൂമേഴ്സ് ദാറ്റ് ആർ ഫെഡ് ഓൺ പ്രൈമറി കാർണിവേഴ്സ് ആർ ആൾസോ നോൺ ആസ് ടെർഷ്യറി കാർണിവേഴ്സ് എന്നും പറയാറുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ 1960 ചിലി എർത്തുക്വേക്ക് MW 9.5 സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ്. ആൻസർ വരുന്നത് ബി ആണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് എർത്തുക്വേക്ക് ഈവൻ മെഷേർഡ്. ഒരു ലാർജസ്റ്റ് എർത്തുക്വേക്ക് ആയിരുന്നു എന്നാണ് പറയുന്നത്. 1960 ചിലിയിൽ നടന്ന ഒരു എർത്തുക്വേക്കാണ് MW 9.5. അത് സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം എന്താണ്? ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് എർത്തുക്വേക്ക് എവർ മെഷേർഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ചെർണോബിൽ ഡിസാസ്റ്റർ ഓഫ് 1986 ഈസ്. യുക്രൈൻ വാസ് എ കേസ് ഓഫ്. സി ആണ് ആൻസർ വരുന്നത്. ന്യൂക്ലിയർ ഡിസാസ്റ്റർ ആയിരുന്നു അത്. അതറിയാലോ, ന്യൂക്ലിയർ ഡിസാസ്റ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോമൺ ഫാക്ടർ ഓഫ് വൈൽഡ് ലൈഫ് ഹസാർഡ്സ് ആർ. ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. ലൈറ്റനിങ് ഉണ്ട്, വോൾക്കാനിക് എറപ്ഷൻ ഉണ്ട്, EL നിനോ ഉണ്ട് കേട്ടോ. ഓൾ ഓഫ് ദ എബോവ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സൈക്കിൾ ഓഫ് ഡിസാസ്റ്റർ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് കോമ്പണൻസ്. ആൻസർ വരുന്നത് എ. മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, റെസ്പോൺസ്, റിക്കവറി, ഇതെല്ലാം വരുന്നുണ്ട്. ദ സൈക്കിൾ ഓഫ് ഡിസാസ്റ്റർ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ
എന്തൊക്കെയാണ്? മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, റെസ്പോൺസ്, റിക്കവറി എല്ലാം വരുന്നുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സൈക്ലോൺസ് SIDR ഹിറ്റ് ബംഗ്ലാദേശ് ഇൻ. ആൻസർ എന്താണ്? ബി ആണ്. 2007 കേട്ടോ സൈക്ലോൺ ഹിറ്റ് ചെയ്തത് ബംഗ്ലാദേശിനെ. സൈക്ലോൺ ഹിറ്റ് ചെയ്തത് എന്നാണ്? 2007. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിറക്ഷൻ ഓഫ് എയർ ഫ്ലോ ഈസ് ആൾസോ എഫക്റ്റഡ് ബൈ എർത്ത് റൊട്ടേഷൻ. ഇറ്റ് ഈസ് കോൾഡ് കോറിയോളിസ് എഫക്റ്റ് ആണ് കേട്ടോ. ദ ഡിറക്ഷൻ ഓഫ് എയർ ഫ്ലോ ഈസ് ആൾസോ എഫക്റ്റഡ് ബൈ എർത്ത്സ് റൊട്ടേഷൻ. ഡിറക്ഷൻ ഓഫ് എയർ ഫ്ലോ, നമ്മുടെ എയർ ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് ചെയ്യുന്നുണ്ട് എർത്ത്സ് റൊട്ടേഷനെ. ഇറ്റ് ഈസ് കോൾഡ് കോറിയോളിസ് എഫക്റ്റ്. അതിന് കോറിയോളിസ് എഫക്റ്റ് എന്നാണ് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസീസ് ദാറ്റ് സ്വെപ്റ്റ് എ ലാർജ് പാർട്ട് ഓഫ് ഏഷ്യ, യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ഇൻ ദ 14th century ഈസ്. ആൻസർ വരുന്നത് പ്ലാഗ് ആണ് കേട്ടോ. ദ ഡിസീസ് ദാറ്റ് സ്വെപ്റ്റ് എ ലാർജ് പാർട്ട് ഓഫ് ഏഷ്യ, യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ഇൻ ദ 14th century ഈസ് പ്ലാഗ് ആണ് കേട്ടോ. പ്ലാഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡോൾഡ്രം ഈസ് ആൻ ഏരിയ ഓഫ്. ഡോൾഡ്രം എന്ന് പറയുന്നത് എന്തിൻ്റെ ഏരിയ ആണ്? ആൻസർ വരുന്നത് ലോ പ്രഷർ. അവിടെ ലോ പ്രഷർ ആണ് കേട്ടോ. ഡോൾഡ്രം ഈസ് ആൻ ഏരിയ ഓഫ് ലോ പ്രഷർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫ്ലൂഡിംഗ് ഓഫ് ന്യൂ ഓർലീൻസ് ഇൻ 2004 വാസ് കോസ്ഡ് ബൈ. ആൻസർ വരുന്നത് ഹരിക്കെയിൻ ആണ്. ഹരിക്കെയിൻ. ദ ഫ്ലൂഡിംഗ് ഓഫ് ന്യൂ ഓർലീൻസ് ഇൻ 2004 വാസ് കോസ്ഡ് ബൈ. എന്തുകൊണ്ട് കോസ് ചെയ്തു? ഹരിക്കെയിൻ ആയിരുന്നു കേട്ടോ. ഹരിക്കെയിൻ. ഓക്കെ, ഹരിക്കെയിൻ. ഫ്ലൂഡിംഗ് ഓഫ് ന്യൂ ഓർലീൻസ് ഇൻ 2004 വാസ് കോസ്ഡ് ബൈ ഹരിക്കെയിൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹയസ്റ്റ് വോൾക്കാനിക് മൗണ്ടെയിൻ ഇൻ ദ വേൾഡ് ഈസ്. ഹയസ്റ്റ് വോൾക്കാനിക് മൗണ്ടെയിൻ ഇൻ ദ വേൾഡ് ഈസ്. ആൻസർ വരുന്നത് ബി ആണ്. കോട്ടോപാക്സി. കോട്ടോപാക്സി ആണ് കേട്ടോ. കോട്ടോപാക്സി എന്ന് ആലോചിക്കുക. ടാക്സി എന്നൊക്കെ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. കോട്ടോപാക്സിയാണ് ഏറ്റവും വലിയ വോൾക്കാനിക് മൗണ്ടെയിൻ കേട്ടോ. ഹയസ്റ്റ് വോൾക്കാനിക് മൗണ്ടെയിൻ ഏതാണ്? കോട്ടോപാക്സി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലാൻഡ് സ്ലൈഡ് സർഫസ് ഓഫ് സെപ്പറേഷൻ ബൈ. ദ ലാൻഡ് സ്ലൈഡ് സർഫസ് ഓഫ് സെപ്പറേഷൻ ബൈ. ആൻസർ വരുന്നത് ഡി ആണ്. ഓൾ ഓഫ് ദ എബോവ് ആണ്. ആൻസർ വരുന്നത് ഫോളിംഗ് ഉണ്ട്, സ്ലൈഡിംഗ് ഉണ്ട്, ഫ്ലോയിങ് ഉണ്ട്. ഓക്കെ, എല്ലാം ഉണ്ട്. ദ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് സർഫസ് ഓഫ് സെപ്പറേഷൻ ബൈ ഫോളിംഗ്, സ്ലൈഡിംഗ്, ഫ്ലോയിങ് എല്ലാം വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലാർജസ്റ്റ് ഫ്ലൂട്ട്സ് ഇൻ പ്രീ ഹിസ്റ്റോറിക് ടൈംസ് വെർ പ്രോബബ്ലി ദ റിസൾട്ട് ഓഫ്. ആൻസർ വരുന്നത് സി ആണ്. ഐസ് ഡാം ഫെയിലിയർ ആണ് കേട്ടോ. ദ ലാർജസ്റ്റ് ഫ്ലൂട്ട്സ് ഇൻ prehistoric times were probably the result of ice dam failures ആണ്. ഐസ് ഡാം ഫെയിലിയേഴ്സ് ആണ് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലെവൽ ഓഫ് ഹാം ബൈ എ ഹസാർഡ് ഈസ് ഗവേൺഡ് ബൈ. ആൻസർ വരുന്നത് ഡി ആണ്. ഓൾ ഓഫ് ദ എബോവ്. ലെവൽ ഓഫ് ഹാം ബൈ എ ഹസാർഡ് ഈസ് ഗവേൺഡ് ബൈ all of the above. Magnitude of the hazard, frequency of the hazard, intensity and at the impact point കേട്ടോ. intensity at the impact point എല്ലാം വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, the level of risk of a disaster depends on. all of the above ആയിരിക്കും ആൻസർ വരുന്നത്. nature of the hazard ഉണ്ടാവും, vulnerability of the elements which are affected ഉണ്ടാവും, economic value of the elements which are affected ഉണ്ടാവും. അപ്പോൾ എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. level of risk disaster depends on. അടുത്ത ക്വസ്റ്റ്യൻ, the lowest level to which a stream may erode is called. ആൻസർ എ ആണ് വരുന്നത്. ബേസ് ലെവലാണ് കേട്ടോ. ബേസ് ലെവലാണ്. the lowest level to which a stream may erode is called. lowest level to which a stream may erode is called ബേസ് ലെവൽ. ഓക്കെ, ബേസ് ലെവലാണ്. ലോവസ്റ്റ് ലെവൽ എന്താണ്? ബേസ് ലെവലാണ്. അങ്ങനെ ആലോചിക്കുക. ലോവസ്റ്റ് ലെവൽ എന്നൊരു ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ ബേസ് ലെവലാണ് ആൻസർ വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മൺസൂൺ ഹാസ് വെൽ ഡെവലപ്ഡ് സൈക്കിൾ ഇൻ. ദ മൺസൂൺ ഹാസ് വെൽ ഡെവലപ്ഡ് സൈക്കിൾ ഇൻ. ആൻസർ വരുന്നത് സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആണ്. സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. സൗത്താണെന്ന് ആലോചിക്കുക. നമ്മുടെ കേരളവും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ഭാഗമൊക്കെ വരുന്നത് എവിടെയാണ്? സൗത്തിലാണ്. അപ്പം നമ്മൾ ആലോചിക്കുക, മൺസൂൺ ഹാസ് വെൽ ഡെവലപ്ഡ് സൈക്കിൾ ഇൻ സൗത്ത് ഏഷ്യയിലാണെന്ന് ആലോചിക്കുക. നമ്മൾ ഏഷ്യേൻ്റെ സൗത്ത് ഭാഗത്തല്ലേ, അപ്പോൾ അത് ആലോചിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കാം പാർട്ട് ഓഫ് ദ ട്രോപ്പിക്കൽ സൈക്ലോൺ ഈസ്. മോസ്റ്റ് കാം പാർട്ട് ഓഫ് ദ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്നത് എന്താണ്? ഐ ആണ് കേട്ടോ. ഐ. ദ മോസ്റ്റ് കാം പാർട്ട് ഓഫ് ദ ട്രോപ്പിക്കൽ സൈക്ലോൺ ഈസ് ഐ. ഓക്കെ, ഐ ആണ് കേട്ടോ. നമ്മുടെ ഐ അല്ല, ആ ഒരു സൈക്ലോണിൻ്റെ ഐനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഒരുപാട് എക്സ്റ്റെൻഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ബോറടിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.